ചാർലി എറിക്ക മരിച്ചപ്പം എന്നോട് ചിലർ ചോദിച്ചു, ദൈവത്തിന് സംരക്ഷിച്ചുകൂടായിരുന്നുവോ? സ്വാഭാവികമായും ആരും തകർന്നു പോകും, തരിപ്പണമായി പോകും. എറിക്കായി ഒരു പക്ഷേ മാനസികമായി തകർന്നിട്ടുണ്ടാവും. അവരെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 3 കരിക്കട്ട കൊണ്ടുവന്നാണ് പറയുന്നത്. അതെ, വാസ്തവത്തിൽ ആ മെമ്മോറിയൽ സർവീസിൽ എറിക്ക പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. ലക്ഷ്യങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് യുവതിയായ ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ചേതനയേറ്റ ശരീരത്തിൻ്റെ സമീപത്ത് നിന്ന് പറഞ്ഞ ഒരു വാചകമാണ് ഇന്ന് നമ്മുടെ ചിന്താവിഷയം. ഹൃദയം നുറുങ്ങി മാറുന്ന വേദനയോടെ ആവണം അവർ അത് പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. അതേ വികാര തീവ്രതയോടെ അല്ലാതെ നമുക്കത് കേൾക്കാനും കഴിയുകയില്ല. അനേകായിരങ്ങൾ നോക്കി നിൽക്കെ പാഞ്ഞു വന്ന ഒരു വെടിയുണ്ട കഴുത്തിൽ തുളഞ്ഞു കയറി പിന്നോട്ട് മറിഞ്ഞു വീണ് മരിച്ച ചാർലി കിർക്കിൻ്റെ ഭാര്യയാണ് എറിക്ക കിർക്ക്. അവരുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. On the cross, our Savior said, "Father, forgive them, for they not know what they do." That man, that young man, I forgive him. അമേരിക്കയിലെ യൂട്ടാ വാലി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടന്ന ഒരു പ്രഭാഷണത്തിനിടയിലാണ് ചാർലി കിർക്ക് എന്ന 31കാരൻ ടെയ്ലർ റോബിൻസൺ എന്ന ചെറുപ്പക്കാരൻ്റെ തോക്കിന് ഇരയായത്. എറിക്കയുടെ വാക്കുകൾ നമ്മൾ വിശകലനം ചെയ്യുന്നതിന് മുൻപേ ചാർലിയെപ്പറ്റി ഏതാനും ചില കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും. അമേരിക്കയ്ക്ക് പുറത്തുള്ളവർക്ക് സമീപകാലത്ത് വരെ അത്ര പരിചയമില്ലാതിരുന്ന ഒരു പേരായിരുന്നു ചാൾസ് ജെയിംസ് കിർക്ക് എന്ന ചാർലി കിർക്കിൻ്റേത്. 1993 ഇലിനോയ് സംസ്ഥാനത്തിൽ ഒരു പ്രെസ്ബിറ്റേറിയൻ കുടുംബത്തിൽ ചാർലി ജനിച്ചു. തികഞ്ഞ രാഷ്ട്രസ്നേഹിയായിരുന്ന ചാർലി ക്രമേണ ദൈവസ്നേഹത്താൽ പിടിക്കപ്പെടുകയും യേശുക്രിസ്തുവിൻ്റെ ഒരു വക്താവാകുകയും ചെയ്തു. അധപതനത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരുന്ന അമേരിക്കൻ യുവജനതയെ ദൈവോന്മുഖരാക്കുക എന്ന ലക്ഷ്യത്തോടെ ടേണിംഗ് പോയിൻറ്റ് USA എന്ന ഒരു ആത്മീക ചലനത്തിന് 18-ാം വയസ്സിൽ തുടക്കം കുറിച്ചു. ഒരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ആയിരുന്ന ചാർലി തനിക്ക് ലഭിച്ചിരുന്ന വേദികളിലെല്ലാം വിഷയം എന്തായിരുന്നാലും ക്രിസ്തീയ മൂല്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ശ്രമിക്കുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോകമാസകലം മുഖ്യമായും അമേരിക്കയിൽ നിലനിന്നിരുന്ന നിരവധി സാമൂഹിക തിന്മകൾക്ക് എതിരെ അദ്ദേഹം പടപൊരുതി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അനേകരുടെയും കണ്ണിലെ കരടായിരുന്നു. ഒടുവിൽ 2025 സെപ്റ്റംബർ 10 യൂട്ടാ വാലി ക്യാമ്പസിൽ നടന്നൊരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കവേ ചീറിപ്പാഞ്ഞു വന്ന ഒരു വെടിയുണ്ട അദ്ദേഹത്തിൻ്റെ ജീവൻ അപഹരിച്ചു. പക്ഷേ അതൊരു വലിയ വിപ്ലവത്തിൻ്റെ നാന്ദി കുറിക്കുകയായിരുന്നു. ജനങ്ങൾ സ്നേഹത്തോടെയും ആദരവോടെയും വീക്ഷിച്ചിരുന്ന ചാർലി കിർക്കിൻ്റെ കൊലപാതകം ഗുരുതരമായ പ്രശ്നങ്ങൾക്കല്ല വഴിമരുന്നിട്ടത്, പ്രത്യുത ഒരു ആത്മീക നവോത്ഥാനത്തിനാണ്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം സംസ്കരിച്ച ചടങ്ങിൽ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ എറിക്ക കിർക്ക് നടത്തിയ പ്രഭാഷണത്തിൻ്റെ ഒരു ഭാഗമാണ് നാം നേരത്തെ കേട്ടത്. അവിടെ നിന്നും നമ്മുടെ ചർച്ച തുടങ്ങാം. കേവലം 31 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന തൻ്റെ ഭർത്താവിൻ്റെ അദ്ദേഹത്തെ നിഷ്കരുണം വധിച്ച ഘാതകരോട് തെല്ലും പകയില്ലാതെ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു എന്ന് പറയാൻ ചാർലിയുടെ ഭാര്യ എറിക്കയെ പ്രേരിപ്പിച്ച ആ ചേതോവികാരം എന്തായിരിക്കും? ശരിയാണ്. വാസ്തവത്തിൽ ആ മെമ്മോറിയൽ സർവീസിൽ എറിക്ക പറഞ്ഞ വാക്കുകൾ വളരെ ശ്രദ്ധേയമായിരുന്നു. ലോകത്തിൻ്റെ ശ്രദ്ധ മുഴുവൻ പിടിച്ചു പറ്റി. ഒരു പക്ഷെങ്കിൽ യേശുനാഥൻ കാൽവറി ക്രൂശിൽ തന്നെ ക്രൂശിച്ചവരെക്കുറിച്ച് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ ആ ഒരു മാതൃകയായിരിക്കണം എറിക്ക പിൻഗമിച്ചത് എന്ന് വേണം കരുതാൻ. അതവരോട് സൂചിപ്പിക്കുന്നുമുണ്ട്. മാത്രമല്ല, നമ്മൾ ഹോൾ ബൈബിളിൻ്റെ ടീച്ചിങ് എടുത്താലും ശത്രുവിനെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പം ശത്രുവിനെ പോലും സ്നേഹിക്കേണ്ട ആ ദിവ്യമായ ഉപദേശം സ്വീകരിക്കുന്ന എറിക്ക അങ്ങനെ ചെയ്തതിൽ വാസ്തവത്തിൽ അത്ഭുതമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അതേസമയം മാനുഷികമായി ചിന്തിക്കുമ്പോൾ അത് അസാധ്യമായ ഒരു കാര്യമാണ് താനും. ഈ 4 നൂറ്റാണ്ട് മുമ്പ് ഈ ഗ്ലാഡിസ് സ്റ്റെയിൻസ് എൻ്റെ ഭർത്താവിൻ്റെ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഘാതകരോടും ഇതേ വാചകം പറഞ്ഞതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. സമാനമായൊരു അനുഭവമായിരുന്നു അത്, അല്ലേ? തീർച്ചയായിട്ടും. അത്
ഭാരതീയരായ നമ്മുടെ എല്ലാം ഹൃദയത്തെ വളരെ മഥിച്ച ഒരു സംഭവമായിരുന്നല്ലോ. അന്നത്തെ പ്രസിഡന്റായിരുന്ന KR നാരായണൻ പറഞ്ഞത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ദിനമായിരുന്നു അന്ന്. അതെ അതെ, തീർച്ചയായിട്ടും. 2 വളരെ പ്രായം കുറഞ്ഞ മക്കളെയും അപ്പനെയും തീയിലിട്ട് കളഞ്ഞ ആ സന്ദർഭം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ ഞാൻ അനുഭവിച്ച വികാര വിക്ഷോഭങ്ങളൊക്കെ ഞാൻ എൻ്റെ മക്കളെക്കുറിച്ചൊക്കെ ചിന്തിക്കാനായിട്ട് ഇടയായി. മാത്രമല്ല, അതിൻ്റെ വിശദീകരണം വായിച്ചപ്പോൾ ആ കുഞ്ഞുങ്ങളെ കുത്താതിരിക്കാൻ അവരെ ചേർത്ത് പിടിച്ച് കുത്തുന്നവർക്ക് നേരെ തൻ്റെ പുറം കാട്ടിയ അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ചൊക്കെ വായിച്ചപ്പോൾ ഭയങ്കരമായിട്ട് അത് വലിയ ദുഃഖം ഹൃദയത്തിലുളവാക്കി. അപ്പോൾ ആ ഭാര്യയുടെ കാര്യം എങ്ങനെ ആയിരിക്കാം? തൻ്റെ ആകെ 3 കുട്ടികളിൽ 2 പേര് തൻ്റെ എല്ലാമായിരുന്ന ഭർത്താവ്, മാത്രമല്ല ദൈവിക പ്രവർത്തനത്തിന് വേണ്ടി സമർപ്പിച്ചവരായിട്ടുള്ള അവർ ചുട്ടരിക്കപ്പെട്ട ആ സമയത്തിൽ അങ്ങനെ ആ സ്ത്രീക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളത് ഭാരതത്തിൽ അവരെ തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 3 കരിക്കട്ട കൊണ്ടുവന്നാണ് പറയുന്നത്. അതെ അതെ, ചുട്ടരിച്ച്. ശരിയാ. അപ്പം എങ്ങനെ പറയാൻ കഴിഞ്ഞിരുന്നു എന്ന് അന്ന് ഭാരതീയർ അനേകർ ചിന്തിക്കുകയും പലയിടത്തും എഴുതുകയൊക്കെ ചെയ്തതായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. യേശുക്രിസ്തുവിൻ്റെ അതേ സ്പിരിറ്റ് ഗ്ലാഡിസ് സ്റ്റെയിനും സ്വീകരിച്ചതാണ് അതിൻ്റെ കാരണം. ഇവിടെ രസകരമായൊരു കാര്യം, അദ്ദേഹത്തിൻ്റെ അന്ന് കൊല്ലപ്പെട്ട മകൻ തിമോത്തി അന്ന് 5.5 വയസ്സ് 6 വയസ്സ് കഷ്ടിച്ചുണ്ടായിരുന്നു. 25 വർഷം മുമ്പാണ്. അപ്പോൾ ഇന്ന് 32 വയസ്സായിരുന്നേനെ ആ മകൻ ഉണ്ടായിരുന്നുവെങ്കിൽ. അതേ പ്രായത്തിലാണ് ചാർലി കിർക്ക് കൊല്ലപ്പെടുന്നത്. അതെ 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 അതെ, ആകസ്മികമാണെങ്കിലും ഇങ്ങനെയുള്ള രക്തസാക്ഷികളുടെ സാമ്യം കാണുമ്പോൾ അത് നമ്മളെ കൂടുതൽ ദുഃഖചിത്തരുമാക്കുന്നു. അതേസമയം തന്നെ ഇങ്ങനെ അനേകർ തങ്ങളുടെ ജീവനെ കൊടുത്ത് ഈ അവർ വിശ്വസിക്കുന്ന യേശുനാഥന് വേണ്ടി മുന്നോട്ട് വരുന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ദൈവത്തോട് നന്ദിയും തോന്നുന്നുണ്ട്. ആ ജീവിതങ്ങളെ ഓർത്ത്, അവരുടെ സമർപ്പണത്തെ ഓർത്ത്. ഈ ഗ്ലാഡിസൻസ് നമ്മൾ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിന് മുൻപിൽ, ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ മൃതദേഹത്തിന് മുൻപിൽ നിന്നുകൊണ്ട് ദാരാസിങ്ങിനെ അതിൻ്റെ ഘാതകനെ ക്ഷമിക്കുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ? അതെ 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 അതെ, അത് ഭാരതം മുഴുവൻ കാതോർത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. ധാരാസിങ്ങിനോട് ക്ഷമിക്കുന്നു എന്ന് തൻ്റെ ആ പ്രസ്താവന അന്ന് അനേകരെ ചിന്തിപ്പിക്കാനായിട്ട് ഇടയായി. യേശുക്രിസ്തു പറഞ്ഞ അതേ കാര്യം തന്നെയാണ് വാസ്തവത്തിൽ ഗ്ലാഡിസ് സ്റ്റെയിൻസിനെയും സ്വാധീനിച്ചെന്നുള്ളത്. ഞാൻ അതിലേക്ക് ഒന്ന് തിരികെ വരും. യേശുക്രിസ്തു പറഞ്ഞ, അതായത് 2000 വർഷം മുമ്പ് കാൽവറി ക്രൂസിൽ മുഴങ്ങിയ അതേ സ്വരമാണ്, ശബ്ദമാണ് വീണ്ടും എക്കോ ചെയ്യുന്നത്, മാറ്റിക്കൊള്ളുന്നത്. അതെ, അതിനെക്കുറിച്ചൊന്ന് പറയാം, അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറയാം. അതെ, നമുക്കറിയാം യേശുക്രിസ്തുവിനെ അവർ അസൂയ കൊണ്ടും അതുപോലെ അവരുടെ നിലനിൽപ്പിന് യേശുക്രിസ്തു ഒരു തടസ്സമാകുമോ എന്നുള്ള ചിന്ത കൊണ്ടുമൊക്കെയാണ് ക്രൂശിച്ചത്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണം മാനവജാതിയുടെ പാപമോചനത്തിന് വേണ്ടിയുള്ളതായിരുന്നു. അതായത് പഴയ നിയമകാലത്ത് നമ്മൾ നോക്കിയാൽ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ആ പശ്ചാത്താപം പ്രകടിപ്പിക്കാനായിട്ട് ഒരു മൃഗത്തെ ബലിയർപ്പിക്കുകയും ചെയ്യണമായിരുന്നു. ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് അനേകായിരം ആടുകളും കാളുകളും ഒക്കെ അങ്ങനെ യാഗം അർപ്പിക്കപ്പെട്ടു. അത് വാസ്തവത്തിൽ ഒരു മനുഷ്യൻ പശ്ചാത്തപിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്ന ഒരു അടയാളമായിരുന്നു യാഗങ്ങൾ. മാത്രമല്ല അത് തക്കതായ ഒരു അടയാളമായിരുന്നു. കാരണം ആ അടയാളത്തിൽ തന്നെ ആ തെറ്റിൻ്റെ ശിക്ഷ അനുഭവിക്കുന്നതിൻ്റെ ഒരു പ്രതീകം കൂടെ ഉൾപ്പെട്ടിരിക്കുന്നു. ഇപ്പം ഞാനൊരു തെറ്റ് ചെയ്യുന്നു, അതിനെക്കുറിച്ച് ഞാൻ ദുഃഖിക്കുന്നു. ആ ദുഃഖത്തിൻ്റെ അടയാളം പ്രദർശിപ്പിക്കാനായിട്ട് ഞാനൊരു യാഗമൃഗത്തെ അർപ്പിക്കുമ്പോൾ ആ യാഗമൃഗം എനിക്ക് പകരമായി അതിൻ്റെ ശിക്ഷ ഏൽക്കുന്നു എന്നൊരു പ്രതീകം കൂടിയുണ്ട്. നമുക്കറിയാം ഇന്നത്തെ നമ്മുടെ നിയമവ്യവസ്ഥയിലും ഓരോ തെറ്റും ചെയ്യുന്നതിന് കോമ്പൻസേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ 1,00,000 രൂപ ഒരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ അത് ആളിനോ മറ്റൊരാളിനോ 1,00,000 അതിൻ്റെ പലിശ സഹിതം കൊടുത്താൽ ആ കടം തീർന്നു കിട്ടും. അല്ലെങ്കിൽ ഒരുത്തനെ കൊല്ലുന്ന ഒരുത്തന് അതിനുള്ള പ്രതിപകരമായിട്ട് അല്ലെങ്കിൽ കോമ്പൻസേഷനായിട്ട് 30 വർഷം ജയിലിൽ കിടക്കണം, ജീവപര്യന്തം കിടക്കണം, അല്ലെങ്കിൽ ചില കേസുകളിലൊക്കെ ജീവൻ കൊണ്ട് അതിന് പ്രതിപകരം ചെയ്യണം, വധശിക്ഷ ഏൽക്കണം എന്ന് നമ്മുടെ നിയമത്തിൽ അതിനുള്ള കോമ്പൻസേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്തിലെ നിയമങ്ങളെല്ലാം ഈ പ്രതിപകരത്തിലായിരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ പഴയ നിയമകാലത്ത് അനേകം മൃഗങ്ങൾ പ്രതിപകരമായിട്ട് മരിച്ചുവെങ്കിലും അതിനൊന്നും സമ്പൂർണ്ണ പാപവിമുക്തി ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞില്ല. കാരണം ഒരു മൃഗയാഗത്തിന് അങ്ങേയറ്റം 10 മിനിറ്റത്തെ ദൈർഘ്യമേ ഉള്ളൂ. അത് എരിഞ്ഞ് ചാമ്പലായി കഴിഞ്ഞാൽ അടുത്ത പാപത്തിന് വേണ്ടി അടുത്ത യാഗം അർപ്പിക്കപ്പെടണമായിരുന്നു. മാത്രമല്ല അങ്ങനെ യാഗം അർപ്പിച്ചാലും അറിയാത്ത പാവങ്ങൾ അനേകമുണ്ട്. അത് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സങ്കീർത്തനം 19 രഹസ്യ പാപങ്ങളെന്നൊരു കാറ്റഗറി പറയുന്നുണ്ട്, മറഞ്ഞിരിക്കുന്ന പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള പലതരം പാപങ്ങളുണ്ട്. അപ്പോൾ ഈ മറഞ്ഞിരിക്കുന്ന പാവങ്ങളെക്കുറിച്ച് ഒരിക്കലും യാഗം അർപ്പിക്കാനായിട്ട്, പശ്ചാത്തപിക്കാനും യാഗം അർപ്പിക്കാനായിട്ടും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മൃഗബലിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു.
ശരിയാണ്, അത് ഒരാൾ പാപം ചെയ്തു എന്നുള്ളതിനെ ദൈവത്തെ അറിയിക്കാനുള്ള ഒരു മാർഗമാണ്. അതിനെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നു എന്നുള്ളത് ദൈവത്തെ അറിയിക്കാനുള്ള ഒരു മാർഗമാണ്. മാത്രമല്ല ആ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ അതിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ പശ്ചാത്താപത്തിൻ്റെ നല്ലൊരു പ്രതീകവുമാണ്. എന്നാൽ ഒരു പ്രതീകത്തിനപ്പുറം സമ്പൂർണ്ണ പാപമോചനം കൊടുക്കാനായിട്ട് കഴിയുമായിരുന്നില്ല ഈ യാഗങ്ങൾക്കൊന്നും. അപ്പോൾ അതുകൊണ്ടാണ് ദൈവം തൻ്റെ സർവജ്ഞാനിത്വത്തിൽ തീരുമാനിച്ചത് ഒരു സമ്പൂർണ്ണ പാപ ബലി, അത് ഒരു യൂണിവേഴ്സൽ ബലിയായിരിക്കണം. എല്ലാ മനുഷ്യനും പാപപരിഹാരം ഉണ്ടാകത്തക്ക ഒരു ബലിയായിരിക്കണം. അതിനുവേണ്ടിയാണ് സാക്ഷാൽ ദൈവമായിരുന്ന യേശു ക്രിസ്തു മനുഷ്യനായിട്ട് അവതരിച്ച് മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ബലി അർപ്പിക്കപ്പെട്ടത്. അങ്ങനെയാണ് യേശു ക്രിസ്തു ആ പറയുന്ന സമയത്ത്, അതായത് ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ആ സമയത്ത് ക്രൂശിൽ അടിക്കപ്പെട്ടവനായിട്ട് തൂങ്ങിക്കിടന്ന് മരണത്തിലേക്ക് ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആ പ്രത്യേക സമയം ഉടലെടുത്തത്. അപ്പോൾ അത് മനുഷ്യൻ്റെ സമ്പൂർണ്ണ പാപബലിക്ക് വേണ്ടിയുള്ള ഒരു മാർഗമായിരുന്നു. അതുമാത്രമായിരുന്നു ഏക മാർഗം. നമ്മൾ നേരത്തെ മൃഗബലിയുമായിട്ട് താരതമ്യപ്പെടുത്തിയല്ലോ, അത് 10 മിനിറ്റ് കൊണ്ട് അവസാനിക്കും. അതേസമയത്ത് ഒരു മനുഷ്യന് നിത്യമായിട്ട് പാപമോചനം നേടിയെടുക്കണമെങ്കിൽ ഈ പാപബലി നിത്യമായിരിക്കണം. ഒരു മൃഗബലി പോലെ നിമിഷം കൊണ്ട് അവസാനിക്കുന്ന ഒരു ബലിക്ക് മനുഷ്യൻ്റെ പാപത്തിൻ്റെ ശിക്ഷയ്ക്കുള്ള പ്രതീകമായിട്ട് തീർന്ന് അവന് നിത്യമായ പാപ പരിഹാരം ഉണ്ടാക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് സാക്ഷാൽ ദൈവം യാഗമായിട്ട് അർപ്പിക്കപ്പെടുക, അതേസമയം തന്നെ ദൈവമായതുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കപ്പെടുക. അങ്ങനെ ഒരു നിത്യയാഗം, ഒരു സ്ഥിരയാഗം ആയി തീരുക എന്നുള്ളതായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ പുറകിലുള്ള തത്വം. എന്നാൽ നമ്മൾ ഇവിടുത്തെ പ്രസക്തി എന്താണ്? യേശുക്രിസ്തു അപ്പം പ്രാർത്ഥിക്കുക, ഇവരോടും ക്ഷമിക്കണമേ. അതിൻ്റെ കാരണം ഈ കുറ്റക്കാരോടും ക്ഷമിക്കണമേ, തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം അവർക്കുമുള്ള പാപപരിഹാര ബലിയായിട്ടാണ് യേശുക്രിസ്തു മരിക്കുന്നത്. കാരണം ഓരോ മനുഷ്യനും ഓരോ യേശുക്രിസ്തുവിനെ യാഗം അർപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒറ്റ ബലിയാണ്, സമസ്ത ലോകത്തിനും വേണ്ടിയുള്ളതാണ്. അപ്പോൾ യേശുക്രിസ്തു കോപിഷ്ഠനായിട്ട് ഇവർ നശിച്ചു പോകണമേ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തൻ്റെ ബലി യൂണിവേഴ്സൽ അല്ല, അല്ലെങ്കിൽ സമസ്ത ലോകത്തിനും ഉള്ളതല്ല എന്ന് വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവരുടെ പാപത്തിനുമുള്ള പരിഹാരം വാസ്തവത്തിൽ ആ ക്രൂശമരണം തന്നെയായിരുന്നു. അതുകൊണ്ടാണ് യേശുനാഥൻ അങ്ങനെ ആ സമയത്ത് പിതാവിനോട് പ്രാർത്ഥിക്കും, പിതാവേ ഇവരുടെ പാപം ഇവരോട് ക്ഷമിക്കണമേ എന്ന്. സത്യത്തിൽ ഒരു ക്രിസ്ത്യാനി, അയാൾ ഒരു ക്രിസ്ത്യാനി ആണെങ്കിൽ, യഥാർത്ഥ ക്രിസ്ത്യാനി ആണെങ്കിൽ ക്രിസ്തു പറഞ്ഞത് തന്നെ ആവർത്തിക്കാൻ അവൻ നിർബന്ധിതനാകും, അല്ലേ? ശത്രുക്കളെ സ്നേഹിക്കുവാൻ അവൻ നിർബന്ധിതനാകും. തീർച്ചയായിട്ടും. ഈ ശത്രുക്കളെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള കൽപ്പനകളൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ പോലും കാണുന്നുണ്ട്. പക്ഷെ അത് അടിയുറപ്പിച്ച് പഠിപ്പിച്ചത് യേശുക്രിസ്തുവാണ്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ എന്നുള്ളത്. ഒരു കാരണം അടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞ യേശുക്രിസ്തുവാണ്. അപ്പം അത് യേശുക്രിസ്തുവിൻ്റെ ആഴത്തിലുള്ള, വളരെ വ്യക്തമായിട്ടുള്ള, ഈ ലോകത്തിലെ സകല പഠിപ്പിക്കലുകളിൽ നിന്നും വ്യതിരക്തമായിട്ടുള്ള, വ്യത്യസ്തമായിട്ടുള്ള ഒരു പഠിപ്പിക്കലുമായിരുന്നു. ഗ്ലാഡിസ് സ്റ്റെയിൻസും എറിക്ക ചാർലിയും ഒക്കെ അതിൻ്റെ ഒരു ആവർത്തനം പറഞ്ഞു എന്ന് മാത്രമേ പരിഗണിക്കാൻ കഴിയൂ. തീർച്ചയായിട്ടും. മാത്രമല്ല അവർ ഈ യേശുക്രിസ്തുവിൻ്റെ അനുഗാമികളായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനും അതിലൂടെ ഇടയാകുന്നു. എങ്കിലും ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു ചെറുപ്പക്കാരനായ തൻ്റെ ഭർത്താവ് മരണമടയുമ്പോൾ, പ്രത്യേകിച്ച് കൊല്ലപ്പെടുമ്പോൾ, അപ്രതീക്ഷിതമായൊരു മരണത്തെ നേരിടുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ആരും തകർന്നു പോകും, തരിപ്പണമായി പോകും. എറിക്കായി ഒരുപക്ഷെ മാനസികമായി തകർന്നിട്ടുണ്ടാവും. എങ്കിലും ആ ഫ്യൂണറൽ ഡേയിലെ ആ മെസ്സേജിലുടനീളം നമ്മൾ നോക്കിയാൽ ഒരു പ്രത്യാശയുടെ ഒരു കവിഞ്ഞൊഴുക്ക് അവിടെ കാണാൻ കഴിയും. എന്തായിരുന്നു അവരെ പ്രേരിപ്പിച്ച ആ വികാരം? എന്തായിരുന്നു പ്രത്യാശയോടെ പിടിച്ചു നിൽക്കാൻ അവരെ സഹായിച്ചൊരു ഘടകം? അതെ, ഒന്നാമതായിട്ട് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിലൂടെ തൻ്റെ ഭർത്താവായ ചാർലി തന്നെ പോലെ തന്നെ പാപമോചനം നേടിയിരുന്നു എന്നുള്ള ഉറപ്പ് എറിക്കിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നത്. രണ്ടാമതായിട്ട് പാപമോചനം നേടിയ ഒരാളെ യേശുക്രിസ്തു തന്നോടൊപ്പം ചേർക്കും എന്നുള്ള ആ പഠിപ്പിക്കൽ ബൈബിളിലുടനീളം കാണുന്നുണ്ട്. അപ്പം ഈ ചാർലി മരിച്ചപ്പം തന്നെ യേശുനാഥൻ്റെ സവിധത്തിലേക്ക് പോയി എന്നുള്ള ഉറപ്പ് എറിക്കിനുണ്ടായിരുന്നിരിക്കണം, ഉണ്ട്. അതുകൊണ്ടാണ് അവൾക്ക് അങ്ങനെ പറയാനായിട്ട് സാധിക്കുന്നത്. ആ ഉറപ്പ് അവൾക്ക് ലഭിച്ചത് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നിന്ന് തന്നെയാണ്. അത് വളരെ മനോഹരമായിട്ട് ബൈബിളിൽ വിശദീകരിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. അതായത് യേശുക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരാൾ മരിച്ചാൽ ആ ആൾ ഉയർത്തെഴുന്നേൽക്കും, ആ ആൾ യേശുക്രിസ്തുവിനോടൊപ്പം പോകും എന്നൊക്കെയുള്ളതിൻ്റെ അടിസ്ഥാനം മരിച്ചവനായ യേശുക്രിസ്തു
റോമാ സാമ്രാജ്യത്തിൻ്റെ സകല ബന്ധനങ്ങളെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതിലൂടെയാണ് യേശുക്രിസ്തു തെളിയിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരൊക്കെ ഉയർത്തെഴുന്നേൽക്കും എന്ന് അതിനുള്ള ഏറ്റവും വലിയ തെളിവ്. യേശുക്രിസ്തു റോമാ സാമ്രാജ്യം വളരെ ബന്ദോബസ്താക്കിയ സീല് വെച്ചൊക്കെ അടച്ച കല്ലറ പിളർന്ന് പുറത്തു വന്നു എങ്കിൽ തീർച്ചയായിട്ടും ചാർലിയും ഉയർത്തെഴുന്നേറ്റ് ഒരു നാളിൽ വരും എന്നുള്ള ഉറപ്പ് ആ സ്ത്രീക്കുണ്ട്. അപ്പം ഇങ്ങനെ പറയുമ്പോൾ ചിലർ വേണേൽ ചോദിക്കാം, യേശുക്രിസ്തു വന്നെന്നൊക്കെ നിങ്ങൾ കഥ പറയുന്നതല്ലേ? തീർച്ചയായിട്ടുമല്ല. ഇന്നത്തെ സെക്കുലർ ചരിത്രകാരന്മാരൊക്കെ തന്നെ ആ കാലത്ത് ജീവിച്ചിരുന്നവർ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നത് കണ്ടിരുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. അവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതെന്നല്ല, മറിച്ച് യേശുക്രിസ്തു സംഭവമാണ്. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് അനേകർ കണ്ടിരുന്നു. മാത്രമല്ല, അങ്ങനെയുള്ള അനേകരും പിന്നീട് രക്തസാക്ഷികളാകാൻ പോലും മടിച്ചില്ല എന്നുള്ള കാരണത്തിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ബൈബിളിൻ്റെ വിശദീകരണം, സുവിശേഷങ്ങളിലെ ആഖ്യാനം, അത് 100% ചരിത്രപരമാണെന്ന് ഇന്നത്തെ മിക്ക ചരിത്രകാരന്മാരും അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ തലമുറയിൽ ജീവിച്ചിരുന്നവരൊക്കെ അറിയത്തക്ക വിധത്തിൽ എഴുതി പ്രസിദ്ധീകരിച്ച ബൈബിളിലെ വിവരണം ചരിത്രപരം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ട്. ഈ ഉറപ്പ് വാസ്തവത്തിൽ എറിക്കിനുമുണ്ട്. ചാൾസ് ഒരു നാളിൽ ഉയർത്തെഴുന്നേൽക്കും. ഇപ്പം മരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു. മാത്രമല്ല, ഒരു നാളിൽ ഈ ചാർലി ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള വിശ്വാസം ആ സ്ത്രീക്കുണ്ട്. എനിക്കൊരു ചോദ്യം കൂടെ ഉള്ളത്, ഈ എറിക്കയുടെ പ്രഭാഷണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അവർ പറയുന്നുണ്ട്, ഈ ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ ഒരു കാര്യമല്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ തന്നെ സംഭവിച്ചു നമുക്കറിയാം. തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കുക എന്നാണ് ക്രിസ്തു ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കഷ്ടത സഹിച്ച് ക്രൂശ് എടുത്ത് അനുഗമിക്കുവാൻ മാത്രം യോഗ്യത ഈ നേതാവിനുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്രത്തിനുണ്ടോ? തീർച്ചയായിട്ടും നല്ല ചോദ്യമാണ്. വളരെ ആഴമായ ഒരു ചോദ്യമാണ്. അതായത് 2000 വർഷം മുമ്പേ മരിച്ച് ഉയർത്തെഴുന്നേറ്റ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചരിത്രം തന്നെ സമ്മതിക്കുന്നു, അന്നത്തെ ആഖ്യാനങ്ങൾ അല്ലെങ്കിൽ പുതിയ നിയമത്തിൻ്റെ താളുകൾ യഥാർത്ഥ ചരിത്രമാണ് പറയുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ആ 2000 വർഷം കഴിഞ്ഞ് ആ യേശുക്രിസ്തുവിനെ ഇന്നും ആളുകൾ അനുഗമിക്കുന്നു. ഇത് വല്ല മാസ് ഹിസ്റ്റീരിയയോ അങ്ങനെ വല്ലതുമാണോ, അതോ ഇത് ചെയ്യത്തക്ക വിധത്തിലുള്ള ന്യായമായ ഒരു കാര്യമാണോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. പക്ഷെങ്കിൽ നമ്മളൊന്ന് ഓർക്കുക, അന്ന് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരുന്ന അപ്പോസ്തലന്മാരിൽ 12 പേരിൽ 11 പേരും രക്തസാക്ഷികളാകുകയായിരുന്നു. അവരൊരു കളവ് പറഞ്ഞിട്ടായിരുന്നെങ്കിൽ ഒരിക്കലും അത് ചെയ്യുമായിരുന്നില്ല. ഒരു കളവ് പറഞ്ഞിട്ട് രക്തസാക്ഷിയാകാൻ ആരാ ആഗ്രഹിക്കുന്നത്? മാത്രമല്ല, അവർക്ക് അതുകൊണ്ടൊന്നും കാശിൻ്റെ പ്രയോജനം ഉണ്ടാകുമായിരുന്നില്ല. അപ്പം അവരുടെ ചേതോവികാരം, ഞങ്ങൾ സത്യത്തിന് സാക്ഷി നിന്നു, യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുന്നത് ഞങ്ങൾ കണ്ടു, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് ഞങ്ങൾ കണ്ടു, അപ്പം യേശുക്രിസ്തു പറഞ്ഞതൊക്കെ ശരിയായിരിക്കണം, കാരണം ഉയർത്തെഴുന്നേറ്റവൻ ദൈവം തന്നെ ആയിരിക്കണമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ദൈവമായ ഈ ക്രിസ്തു പറഞ്ഞത് ശരിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു ഞങ്ങളുടെ പാപത്തിന് പ്രതിപകരമായിട്ടാണ് മരിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ അത്ഭുത സാക്ഷ്യമാണ് വാസ്തവത്തിൽ തൻ്റെ അപ്പോസ്തലന്മാരായ 12-ൽ 11 പേരുടെയും രക്തസാക്ഷിത്വം കാണിക്കുന്നത്. മാത്രമല്ല, നാച്ചുറലായിട്ട് മരിച്ച, പ്രകൃതിദത്തമായിട്ട് മരിച്ച ഒരാൾ യോഹന്നാനാണ്. അദ്ദേഹത്തെ തിളച്ച എണ്ണയിൽ മുക്കിയതായിട്ടാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ 12 പേരും അവർ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കിയ ആ സത്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരുന്നു. അങ്ങനെ ഒരു ചരിത്രമാണ് യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ, അല്ലെങ്കിൽ അതിൻ്റെ റിലയബിലിറ്റി, അല്ലെങ്കിൽ വിശ്വാസ്യത, അതിൻ്റെ ക്രെഡിബിലിറ്റി, ആ എഴുതിയിരിക്കുന്നതിൻ്റെ സത്യസന്ധത എന്നൊക്കെ പറയുന്നത് 100%. അപ്പോൾ ഇനി 1000 തലമുറ കഴിഞ്ഞാലും 10,000 വർഷം കഴിഞ്ഞാലും ഒരു മനുഷ്യനും ഇത് അവിശ്വസിക്കേണ്ട ആവശ്യമില്ലാതെ വണ്ണം, ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ മരണം മനുഷ്യരുടെ പാപപരിഹാര ബലിക്ക് വേണ്ടിയാണ് എന്നുള്ള സത്യം. 2, ആ ബലി അർപ്പിച്ചിട്ട് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ ഒരു നിത്യയാഗമായിട്ട് ജീവിക്കുന്നു എന്നുള്ള സത്യം. ഇത് രണ്ടും ഏതൊരു മനുഷ്യനെയും ഏതൊരു കാലത്തും സ്വാധീനിക്കാനായിട്ട് കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ മരണത്തിന് ശേഷമുള്ള ഭാര്യയുടെ ആ സാക്ഷ്യവും, അല്ലെങ്കിൽ ചാർലിയുടെ മരണത്തിന് ശേഷമുള്ള എറിക്കയുടെ സാക്ഷ്യമൊക്കെ ഇങ്ങനെയായി തീരുന്നത്. മാത്രമല്ല, നമ്മളൊരു കാര്യം ഓർക്കണം, ഇത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. നൈജീരിയയിലും അല്ലെങ്കിൽ അർമേനിയയിലും ഒക്കെ എത്രായിരം ക്രിസ്ത്യാനികളാണ് ഓരോ വർഷവും തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ ഭാരതത്തിലും ഒരു സാധാരണ കണക്ക് ഇപ്പം കഴിഞ്ഞ ഒരു 10-20 വർഷമായിട്ട് എല്ലാ വർഷവും ഒരു 6000 അടുപ്പിച്ച് ക്രിസ്തീയ വിശ്വാസികൾ രക്തസാക്ഷികളാകുന്നുണ്ട് ഓരോ വർഷവും.
അപ്പം ഇത് വാസ്തവത്തിൽ ഈ യേശുക്രിസ്തുവിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് 100% സത്യമാണ് എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് കഴിഞ്ഞ 2000 വർഷമായിട്ട് അന്ന് കൂടെ ജീവിച്ചിരുന്ന ശിഷ്യന്മാർ തൊട്ട് അനുഗാമികളായിട്ട് 10, 40, 50 തലമുറ കഴിഞ്ഞുള്ള ഇന്നുള്ള മനുഷ്യർ പോലും ഈ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളത് ആ ബൈബിൾ വിവരണത്തിൻ്റെ വിശ്വാസ്യതയും സത്യത്തിൽ വളരെ വിചിത്രമാണ്. കാരണം ഒരു നേതാവും ഒരു പൊളിറ്റിക്കൽ ലീഡറും നിങ്ങൾ എന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗരാജ്യം കിട്ടും എന്നല്ലാതെ നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട്, പ്രതിസന്ധി ഉണ്ടെന്ന് പറയാറില്ല. എന്നാൽ ക്രിസ്തു സത്യസന്ധമായിട്ട് ആ കാര്യങ്ങൾ പറഞ്ഞു. അതിന് കാരണം ആ നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല എന്ന് പരിഗണിക്കാം. ആത്യന്തികമായി അവർ ഏറ്റവും വലിയ നന്മയിലേക്ക് പ്രവേശിക്കുന്നുള്ള ഉറപ്പ് ക്രിസ്തുവിന് നൽകാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ്, അല്ലേ? ക്രിസ്തു തന്നെ പറഞ്ഞല്ലോ, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അതെ, എങ്കിലും എന്നിൽ വിശ്വസിപ്പിൻ. അതായിരുന്നു കർത്താവിൻ്റെ പഠിപ്പിക്കൽ. ഈ ഇദ്ദേഹം മരിച്ചപ്പോൾ, ചാർലി ക്രിക്ക് മരിച്ചപ്പം എന്നോട് ചിലർ ചോദിച്ചു, ദൈവത്തിന് സംരക്ഷിച്ചുകൂടായിരുന്നുവോ? കൃത്യം ആ കരോട്ടിക് ആർട്ടറിയിൽ തന്നെ വെടികൊണ്ടതുകൊണ്ടാണല്ലോ അദ്ദേഹം അത്ര പെട്ടെന്ന് മരിക്കാനിടയായത്. ഒരു ചികിത്സിക്കാൻ പോലും എന്തുകൊണ്ട് ദൈവം സംരക്ഷിച്ചില്ല? ഓൺ ദ സ്പോട്ട് കൊല്ലപ്പെടുകയായിരുന്നല്ലോ. വാസ്തവത്തിൽ അതിൻ്റെ കാരണം ക്രിസ്തു വിശ്വാസികളെ കൃത്രിമമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരു ബ്രോയിലർ ചിക്കനെ പോലെ ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം പറയാൻ വളർത്തുന്ന ഒരു കാര്യമല്ല ബൈബിൾ ചിത്രീകരിക്കുന്നത്. മറിച്ച് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുക, ചിലപ്പം എതിര് നേരിടേണ്ടി വരും, അത് സഹിക്കുക, ചിലപ്പം ജീവൻ കൊടുക്കേണ്ടി വരും, കൊടുക്കുക. അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന് ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിൻ്റെ പാപമോചനം എനിക്ക് വിലയേറിയതാണ് എന്ന് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ദൗത്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ 12 അപ്പോസ്തലന്മാർ അങ്ങനെ ചെയ്തതാണ് ഈ ബൈബിളിലെ ആഖ്യാനം സത്യമാണെന്ന് വിശ്വസിക്കാനുള്ളൊരു പ്രധാന കാരണം. ഒരു കളവിന് വേണ്ടി ആരും മരിക്കുകയില്ല. അപ്പോൾ അവർ കണ്ട സത്യം, അവരനുഭവിച്ചറിഞ്ഞ പാപമോചനത്തിൻ്റെ ആ ആശ്വാസം, മാത്രമല്ല അവർ പിൻഗമിച്ച ആ ഗുരുവിൻ്റെ വ്യത്യസ്തത, അതാണ് ഒരു പൈസയുടെ പ്രയോജനം പോലും ഇല്ലെങ്കിൽ പോലും ആ ഗുരുവിന് വേണ്ടി മരിക്കാൻ അവരെ പ്രേരിപ്പിച്ചു. ക്രിസ്തുവിന് വേണ്ടി കഷ്ടം സഹിക്കുന്നത് ഒരു വരമായിട്ട് പോലും ആണല്ലോ ചിത്രീകരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ഒരു ഭാഗ്യമായിട്ടാണ് അനേക ഭക്തന്മാർ അതിനെ കണ്ടത്. പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് ബൈബിൾ തന്നെ പറയുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലനെ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ ബൈബിൾ തന്നെ പറയുന്നുണ്ട്. അവരെ അടിച്ചിട്ട് വിട്ടയച്ചപ്പോൾ അവർ സന്തോഷിച്ചു എന്നാണ് പറയുന്നത്. അവരെ അടിക്കാനായിട്ട് യോഗ്യരായിട്ട് തിരഞ്ഞെടുത്തത് കൊണ്ട്. കാരണം യേശുക്രിസ്തു നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടാനുഭവത്തിൻ്റെ അളവ് നമുക്ക് ആർക്കും ചിന്തിക്കാനായിട്ട് പറ്റത്തില്ല. അതിൻ്റെ പങ്കുകാരാകുക. കർത്താവ് മരിച്ചപ്പോൾ കർത്താവ് സർവജ്ഞാനിയാണ്. അപ്പം കർത്താവ് അനുഭവിച്ച ഈ വേദന സമ്പൂർണ്ണമായിട്ടും അനുഭവിച്ചവനാണ്. യേശുക്രിസ്തു അനുഭവിച്ച ഒരു നിമിഷത്തിലെ വേദനയ്ക്ക് നിത്യമായ അളവാണ് ഉള്ളത്. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കുഞ്ഞിനോട് മോനെ നിനക്ക് നാളെ ആശുപത്രിയിൽ ഒരു ഓപ്പറേഷൻ ഉണ്ട്, നമുക്ക് നാളെ തിരുവനന്തപുരത്തിന് പോകണമെന്ന് പറഞ്ഞാൽ ചിലപ്പം കുഞ്ഞ് തുള്ളിച്ചാടും, കാറേ കയറാമെന്ന് ഓർത്ത്. കാരണം അവന് അറിവില്ല, അവന് വേദനയെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് കഴിയത്തില്ല. അങ്ങേയറ്റം ആ ഓപ്പറേറ്റ് ചെയ്യുമ്പോഴുള്ള വേദന, അല്ലെങ്കിൽ കുറച്ച് ദിവസം ആ വ്രണം കരിയുന്നത് വരെയുള്ള വേദനയെ അവൻ അറിയത്തുള്ളൂ. എന്നാൽ സർവജ്ഞാനിയായ ദൈവമായ യേശുക്രിസ്തു മരിച്ചപ്പോൾ അങ്ങനെയല്ല. ആ വേദനയെക്കുറിച്ച് സമ്പൂർണ്ണമായിട്ടും നിത്യമായിട്ട് അറിയാവുന്നവനായിരുന്നു യേശുക്രിസ്തു. അപ്പോൾ യേശുക്രിസ്തു അനന്തമായ വേദനയാണ് എനിക്ക് പകരമായിട്ട്, നമുക്ക് ഓരോരുത്തർക്കും പകരമായിട്ട് അനുഭവിച്ചത്. അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പം കൊല ചെയ്യപ്പെടുന്ന ഒരു മനുഷ്യനൊക്കെ ഒരു ഇപ്പം ക്രിക്കിൻ്റെ കാര്യത്തിൽ ഒരു പക്ഷെങ്കിൽ അര മിനിറ്റോ 1 മിനിറ്റോ ആയിരിക്കും വേദന അനുഭവിച്ചത്, അതിനോടകം മരിച്ചു കാണും. അപ്പം യേശുക്രിസ്തു അനുഭവിച്ച നിത്യവേദനയും ചാർലി ക്രിക്ക് അനുഭവിച്ച അരനിമിഷത്തെ വേദനയുമായിട്ടൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ ചാർലി ക്രിക്കിന് തന്നെ ഇപ്പം അങ്ങേ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപക്ഷെ ഒരു പരാതി കാണും കർത്താവിനോട്, കർത്താവേ നിൻ്റെ നിത്യവേദനയുമായിട്ട് താരതമ്യപ്പെടുത്തും എൻ്റെ വേദന എത്രയോ നിസ്സാരമായിരുന്നു, എനിക്ക് അത്രയും അനുഭവിക്കാൻ കഴിഞ്ഞില്ലല്ലോ. കുറച്ചുകൂടെ ചാർലി ക്രിക്കും എറിക്കായും ഒക്കെ അതൊരു പദവിയായി പരിഗണിക്കുന്നു. അത് അവരെ സംബന്ധിച്ചൊരു പദവിയാണ്. ഇത്ര എനിക്ക് വേണ്ടി അനുഭവിച്ച ക്രിസ്തുവിന് വേണ്ടി ഒരു ശകലം ഒരല്പം അനുഭവിച്ച് തീർക്കുക. ചാർലിയെ സംബന്ധിച്ച് ആ വെടിയേറ്റപ്പോഴുള്ള വേദന, എറിക്കയെ സംബന്ധിച്ച് ഇനിയും അവൾ 50 വർഷമോ 60 വർഷമോ ജീവിച്ചിരിക്കുമ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളുടെ കണ്ണിലേക്കൊക്കെ നോക്കുമ്പോഴുണ്ടാകുന്ന ആ വേദന, ആ കുഞ്ഞുങ്ങളും അതിന് സാക്ഷികളായിരുന്നതാണ് ഞാൻ വായിച്ചത്. അങ്ങനെയാണെങ്കിൽ ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴുള്ള വേദന, യെസ്. പക്ഷേ യേശുക്രിസ്തു അനുഭവിച്ച വേദനയായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് തീരെ നിസ്സാരമാണ്. കർത്താവെ ഇത്രയെങ്കിലും അനുഭവിക്കാൻ എന്നെ തിരഞ്ഞെടുത്തല്ലോ എന്നുള്ള ചിന്തയും മറുവശത്ത് അവരുടെ ഹൃദയത്തെ തീർച്ചയായിട്ടും ഭരിക്കുന്നുണ്ടാകും. ആർ കെ എന്ന ഒരു സ്നേഹിതൻ എനിക്കുണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനൊന്ന് കടമെടുക്കുകയാണ് ഒരു കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെൻറ്റിന് വേണ്ടി. ഇതുപോലെ പ്രസംഗിക്കുവാൻ കൊള്ളാവുന്ന, പ്രഘോഷിക്കുവാൻ കൊള്ളാവുന്ന, പ്രമോദിക്കുവാൻ കൊള്ളാവുന്ന, പ്രകീർത്തിക്കുവാൻ കൊള്ളാവുന്ന, പ്രചരിപ്പിക്കുവാൻ കൊള്ളാവുന്ന ഒരു നാമം, യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമം ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിട്ടില്ല. ചാർലി കിർക്കിൻ്റെ ഈ ദൈവം നമ്മുടെയും ദൈവമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടിയനിതാ കർത്താവേ എന്ന് ചാർലി കൂടെ പറയാറുണ്ടായിരുന്നു. ദൈവിക സമർപ്പണത്തിൻ്റെ അടയാളമാണിത്. അതാണ് നമുക്കും വേണ്ടത്. അപ്പോൾ മരണശേഷവും നമ്മുടെ ജീവിതം സുരക്ഷിതമാവും. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ.